സർക്കാരിന്റെ ഫയലുകൾ കരസ്ഥമാക്കാൻ സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടന ഫയലുകൾ കൈമാറാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. 2020 മുതലുള്ള ഫയലുകളാണ് ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി. സർക്കാർ ഫയലുകളിലെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഇടത് സംഘടന ഇറക്കിയ നോട്ടീസിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. വിനീഷ് ചേരുകയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, വിശദാംശങ്ങൾ. അനു, 2020 മുതലുള്ള സർക്കാർ ഫയലുകൾ അത് കൃത്യമായി ഏതൊക്കെ വകുപ്പുകളാണ്, ആ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഫയലുകൾ ഏതൊക്കെയാണ് തീർപ്പാക്കാത്തത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇടതുപക്ഷ സംഘടനയ്ക്ക്, സെക്രട്ടേറിയറ്റിനുള്ളിലെ ഇടതുപക്ഷ സംഘടനകൾക്ക് നൽകണം എന്ന തരത്തിലുള്ള ഒരു നോട്ടീസാണ് ഇടതുപക്ഷ സംഘടനകൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിനൊരു മാതൃകയും പുറത്തിറക്കിയിട്ടുണ്ട്. ആ മാതൃകയും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏത് വർഷം 2020, 2021 അല്ലെങ്കിൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏതൊക്കെ മാസമാണ് ആ ഫയലുകൾ തീർപ്പാക്കാത്തത്, അത് ഏതൊക്കെ ഫയലുകളാണ്, അത് സംബന്ധിച്ച വിവരങ്ങളാണ് ഈ മാതൃകയിൽ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും ഒരു സമാന്തര സർക്കാർ സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്നു എന്നതിന് സൂചന നൽകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ സംഘടനകളുടെ പ്രവർത്തനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെതിരെ വലതുപക്ഷ തൊഴിലാളി സംഘടനകളും ഒപ്പം തന്നെ BMS ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവർ പറയുന്നത് ഇത്തരത്തിലാണ്: സർക്കാർ ഫയലുകൾ കൃത്യമായ ഇതുവരെ തീർപ്പാക്കാത്ത 2020 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ തീർപ്പാക്കാത്ത ഫയലുകൾ ശേഖരിച്ച് അത് ഇടതുപക്ഷ സംഘടനകളുടെ യൂണിയൻ നേതാക്കൾ ഇടപെട്ട് അത് തീർപ്പാക്കിക്കൊണ്ട് പണം തട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇടതുപക്ഷ സംഘടനാ പ്രതിനിധികൾ നടത്തുന്നത് എന്ന ആക്ഷേപമാണ് കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനകളും ഒപ്പം തന്നെ BMSന്റെ ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഒപ്പം തന്നെ ഫയലുകൾ ഉടൻ തന്നെ കൈമാറണം, അല്ലെങ്കിൽ ഫയലുകൾ ഉടനെ തന്നെ ഈ ഫയലുകളുടെ രേഖകൾ നൽകണം എന്ന് സംബന്ധിച്ചുള്ള ഒരു മാതൃകയും ഇവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നോട്ടീസും പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു ബദൽ അദാലത്ത് എന്ന തരത്തിലാണ് ഈ ഒരു ഫയലുകൾ ആവശ്യപ്പെടുന്നത്. ജീവനക്കാർക്കിടയിൽ നോട്ടീസും നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാത്ത ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. സർക്കാർ ഫയലുകളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഇറക്കിയ ആ സംഘടനയുടെ, ഇടതുപക്ഷ സംഘടനകളുടെ ആ നോട്ടീസും അതിന് സമാനമായ മാതൃകയുമാണ് ഇപ്പോൾ ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. 2020 മുതലുള്ള ഫയലുകളുടെ കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ സംഘടനാ പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സർക്കാർ പരിശോധിക്കേണ്ട ഫയലുകൾ, സർക്കാർ അതാത് വകുപ്പുകളിൽ തീർപ്പാക്കേണ്ട ഫയലുകൾ, ആ തീർപ്പാക്കേണ്ട ഫയലുകൾ എന്തിനാണ് ഇടതുപക്ഷ സംഘടനാ പ്രതിനിധികൾ ഇങ്ങനെ ഒരു നോട്ടീസ് ഇറക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാതൃക ഇറക്കി ചോദിക്കുന്നത് എന്ന ചോദ്യമാണ് ജീവനക്കാർ ചോദിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ സമാന്തര സർക്കാരാണോ ഇപ്പോൾ നിലവിലെ ഇടതുപക്ഷ സംഘടനാ പ്രതിനിധികളും ഒപ്പം തന്നെ ഇടതുപക്ഷ യൂണിയനും എന്ന ചോദ്യം തന്നെയാണ് പ്രതിപക്ഷ യൂണിയൻ നേതാക്കളും ചോദിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഒരു സമാന്തര സർക്കാർ കളിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇടതുപക്ഷ യൂണിയനുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇതിലൂടെ വൻ ലാഭം തന്നെയാണ് ഇടതുപക്ഷ യൂണിയനിലെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ ഫയലുകൾ തീർപ്പാക്കി നൽകുന്നതിലൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫയലുകൾ, തീർപ്പാക്കാത്ത ഫയലുകളുടെ ആളുകളെ സ്വാധീനിക്കാൻ പ്രത്യേകിച്ച് ഈ ജീവനക്കാർക്ക് സാധിക്കും, യൂണിയന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് സാധിക്കും എന്ന തരത്തിലുള്ള ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ വരുന്ന ഉൾപ്പെടെയുള്ള ഫയലുകൾ സെക്രട്ടേറിയറ്റിനകത്തുണ്ട്. ഒപ്പം മറ്റു തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ ഇതുവരെ നടപ്പിലാക്കാത്ത പദ്ധതികൾ സംബന്ധിച്ചുള്ള ഫയലുകളും സെക്രട്ടേറിയറ്റിന്റെ വിവിധ വകുപ്പുകളിലുണ്ട്. ഇതൊക്കെ എന്തിനാണ് യൂണിയൻ നേതാക്കൾ അന്വേഷിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിലൂടെ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയും ഒപ്പം തന്നെ വലിയൊരു അഴിമതി നടത്താനുമാണ് ഇടതുപക്ഷ പ്രതിനിധികളായ ഇടതുപക്ഷ യൂണിയൻ ഭാരവാഹികൾ നടത്തുന്നത്. അതിന്റെ ശ്രമത്തിന്റെ ആദ്യഘട്ടം എന്നാണ് ഈ ഒരു നോട്ടീസ് പുറത്തു വരുന്നതിലൂടെ വ്യക്തമാകുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും വലിയ ആക്ഷേപങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ഫയലുകൾ ചോദിച്ചതിനെതിരെ നിലവിലെ സാഹചര്യത്തിൽ മറ്റു പ്രതിപക്ഷ യൂണിയൻ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ യൂണിയൻ സംഘടനകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അനു, വിനീഷ്, ഈ ബദൽ അദാലത്ത് നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് തീർച്ചയായിട്ടും അത് സംവാദ വിഷയമാകേണ്ടതുണ്ട്, പ്രത്യേകിച്ചും കൂടുതൽ പ്രതിഷേധം രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ. മറ്റൊരു ഇടത്തെ സർക്കാർ ഓഫീസിലല്ലല്ലോ, മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന ഇടത്തല്ലേ, അവരുടെ മൂക്കിൻ തുമ്പത്ത് എന്ന് തന്നെ പറയാം. അപ്പോൾ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മൗനാനുഭാവത്തോടെ തന്നെയാണോ ഈ ഒരു നീക്കം ഇടത് സംഘടനകളുടെ?
നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ്. കാരണം സർക്കാരിന്റെ ഓരോ വകുപ്പുകൾക്കും ആ വകുപ്പ് തല മന്ത്രിമാരുണ്ട്. ഈ മന്ത്രിമാർ ഇരിക്കുന്ന ഓഫീസിലെ ഫയലുകൾ തന്നെയാണ് സെക്രട്ടേറിയറ്റിലെ ഇടതുപക്ഷ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ ചോദിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിനാണ് പിന്നെ മന്ത്രിയും സർക്കാരും എന്ന ചോദ്യം തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. ഇത് ചോദിക്കേണ്ടത് സർക്കാരാണ്. ബദൽ ആയിട്ടുള്ള ഒരു സംവിധാനം എന്തിനു വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ യൂണിയനിലെ അംഗങ്ങൾ ചോദിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു നോട്ടീസ് ഇറക്കി അത് ഒരു കൃത്യമായ രീതിയിൽ അവരുടെ ഒരു അവകാശം പോലെ, ഈ യൂണിയൻ പ്രതിനിധികളുടെ അവകാശം പോലെ ചോദിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തിനാണ് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം എന്ന പദത്തിലേക്ക് ഇരിക്കുന്നത്? മറ്റു വകുപ്പ് മന്ത്രിമാർ എന്തിനാണ് ഇത്തരം വകുപ്പ് തലത്തിലെ ഉന്നതരായി മന്ത്രിയായിരിക്കുന്നത് എന്ന ചോദ്യമാണ് പൊതുസമൂഹം വരും ദിവസങ്ങളിൽ ചോദിക്കാൻ പോകുന്നത്. കാരണം ഈ ബദലായി ഒരു അദാലത്ത് നടത്താൻ ഈ യൂണിയൻ ഭാരവാഹികൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്ന ചോദ്യമാണ് ഉന്നയിക്കേണ്ടത്. ഒപ്പം തന്നെ ഉയർന്നു വരുന്ന ആക്ഷേപവും ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. ഈ ഫയലുകൾ കൈവശം എത്തിക്കുന്നതിലൂടെ തന്നെ, അല്ലെങ്കിൽ ഈ ഫയലുകൾ പരിശോധിക്കുന്നതിലൂടെ തന്നെ വ്യക്തമാകുന്നത്, ഈ ഫയലുകൾ തീർപ്പാക്കാത്ത ഫയലുകളിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട് ആ ഫയലുകൾ തീർപ്പാക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് യൂണിയൻ ഭാരവാഹികൾക്കും ആ സെക്രട്ടേറിയറ്റിലെ തന്നെ ജീവനക്കാരുടെ ഇടതുപക്ഷ യൂണിയൻ പ്രതിനിധികൾക്ക് അത് അഴിമതി നടത്താനുള്ള ഒരു സംവിധാനമാകും. നേരത്തെ തന്നെ സെക്രട്ടേറിയറ്റിൽ വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം നമുക്കറിയാം, ഈ ഇടതുപക്ഷ യൂണിയന്റെ പ്രധാന വ്യക്തി തന്നെ ആ സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെ വിവിധ അഴിമതികൾ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ജനൻ ടി വി നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഒപ്പം തന്നെ ഈ ഫയലുകൾ തീർപ്പാക്കുന്നതിൽ പണം കൈപ്പറ്റിയിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വാർത്തകളും ജനൻ ടി വി തന്നെയാണ് പുറത്തുവിട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, ഇടതുപക്ഷ യൂണിയനിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തല നടപടികൾക്ക് നേരിടേണ്ടി വന്ന സാഹചര്യം നിലനിന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിമാർ അല്ലെങ്കിൽ ഒരു വകുപ്പിന്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട നടപടി എന്തിന് യൂണിയൻ ചെയ്യുന്നു എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അനു, ശരി വിനീഷാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.